ഞാൻ ചിലപ്പോൾ 2 ഓപ്ഷൻ തരുന്നു, നാട് വിടും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 11 പേരെന്നൊരു ശക്തിയുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇറങ്ങിയിട്ട് അതായത് 23 മാസം കൊണ്ട് ഈ ലയബിലിറ്റീസ് എല്ലാം അടിച്ചു നീക്കി 1 രൂപ കടമില്ലാത്ത കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നുള്ളതാണ്. അപ്പം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ 4,4 കോടി രൂപ എന്നുള്ളത് ഒരു വലിയ സംഭവമായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത് 4,4 കോടി രൂപ കടം വീട്ടാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇനി 4,4 കോടി ഉണ്ടാക്കിക്കൂടാ? അതൊരു പ്രതിസന്ധി എന്ന് പഠിച്ചൊരു പാഠമാണ്. അപ്പം എനിക്ക് കിട്ടിയ മെസ്സേജ്, ദൈവം നമ്മൾക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു പ്രതിസന്ധിയുടെ രൂപത്തിൽ തരുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്തൊരു വലിയ സംഭവം തരാൻ വേണ്ടി പോകണം, ഇതൊരിക്കലും ഒരു ഗിഫ്റ്റ് പാക്കിൽ റാപ്പ് ചെയ്തിട്ട് റിബൺ കെട്ടിട്ട് കൊണ്ടുതരില്ല അല്ലേ. അത് ഒരു വലിയ പ്രതിസന്ധിയുടെ രൂപത്തിലേ തരുള്ളൂ. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവർക്ക് അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ദൈവം പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണമായിരുന്നു 2010-11 കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയത്. പക്ഷെ അന്ന് ഞാൻ ഒളിച്ചോടിയിരുന്നെങ്കിലോ? അപ്പം എനിക്ക് ഏത് ബിസിനസ്സുകാരോടായിക്കോട്ടെ മറ്റുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധി വന്നോ, ഒറ്റ കാര്യം ചിന്തിച്ചോ, വലുത് എന്തോ നിങ്ങൾക്ക് ദൈവം തരാൻ വേണ്ടി പോകുന്നതിന് സൂചനയാണത്.